ഹായ് ഡിയേഴ്സ്, ഇന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന സൈഡ് ഓപ്പൺ ഉള്ള ഒരു ചുരിദാർ തന്നെയാണ് തയ്ക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ അളവുകളൊക്കെ എടുത്തിട്ട് തയ്ച്ചെടുക്കാമെന്ന് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മെഷർമെൻ്റ് ഒന്നും കണക്കാക്കുന്നില്ല, പകരം നമ്മുടെ കയ്യിലുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അളവാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ കോട്ടൺ ടൈപ്പിൽ ഒരു ശീല എടുത്തിട്ടുണ്ട്, 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലൈനിങ് 2.5 മീറ്ററും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അളവുകളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ഞാൻ ഇതുപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അളവ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ചുളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ നമ്മൾ അളവുകളൊക്കെ എടുത്ത് വരച്ചെടുക്കുന്ന ശീലയിലേക്ക് ആ ചുളിവുകളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ചെടുക്കാം. വയ്ക്കുമ്പോൾ നമുക്ക് ഈ മുകളിൽ ഈ ഒരു ഭാഗം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ആക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റാക്കി എല്ലാ ഭാഗവും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം അളവുകളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഷോൾഡറാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നാണ്ട് വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബിഗിനിങ്ങേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ നെക്കൊക്കെ ഞാൻ നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ ലെങ്ത്തും ഒക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പും എല്ലാം നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പിൻ്റെയും അതുപോലെ 2 ഫ്രോക്കിൻ്റെയും ഒക്കെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഫ്രോക്കും അതുപോലെ ടോപ്പിൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക. നമ്മൾ അടിവരെ ഇതുപോലെ ലെങ്ത്ത്, നമ്മുടെ ടോപ്പിൻ്റെ എത്ര ലെങ്ത്ത് നമുക്ക് വേണ്ടത് ആ ലെങ്ത്ത് വരെ ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അളവിനെടുത്തിട്ടുള്ള ടോപ്പ് ഒന്നാണ്ട് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വരയ്ക്കുന്നുണ്ട്. സ്ലീവ് ലെവൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കവിടെ മടക്കി ഒന്ന് കൊടുക്കണം. നമ്മൾ അടിഭാഗം ടോപ്പിൻ്റെയൊക്കെ അടിഭാഗം മടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ നമ്മൾ ഈ വരച്ചിട്ടുള്ള അവിടേക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് അളവെടുത്തിട്ട് ആക്കി വെക്കും. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് തയ്യൽ തുമ്പ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഹാം മോളും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചിട്ട് ജസ്റ്റ് ഒരു കർവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആർമോളും ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. ഞാൻ ഇതിലാദ്യം ലൈനിങ് വെച്ചിട്ടില്ല. ഞാൻ ബിഗിനിങ്ങേഴ്സ് ആയതുകൊണ്ട് ബിഗിനിങ്ങേഴ്സിന് പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എളുപ്പം. അപ്പോൾ ആദ്യം ഈ നല്ല ശീലയിൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് വെട്ടിയിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ഇനി ബാക്ക് നെക്കും അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെയും ലെങ്ത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് വരച്ച് കൊടുക്കേണ്ടത്. ആദ്യം ഒരു സ്ക്വയർ വരച്ചെടുക്കുക, എന്നിട്ട് അവിടെ ഈ അടിഭാഗത്തായിട്ട് ഒരു കർവും കൂടി വരച്ച് കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ടിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ശീല എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ശീലയും ഇതുപോലെ തന്നെ 4 മടക്കിയിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് വരച്ച് കൊടുക്കുക. വരക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വരച്ച് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ വെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരുമിച്ച് തന്നെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ബാക്ക് നെക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗം നമുക്ക് വെട്ടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു ഭാഗം നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു ശീലയുടെ ഭാഗവും അതുപോലെ ബാക്ക് ഭാഗത്തിനും അതുപോലെ ലൈനിങ് പീസും നല്ല പീസും കൂടി ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്കായിട്ട് വരച്ചിട്ടുള്ള ആ ഭാഗം തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് എടുക്കുന്നത് എങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന ശീലയിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 ശീല കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ആം ഹോളിൻ്റെ അവിടുന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം നെക്കാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ശീലയുടെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് അതുപോലെ അതിൻ്റെ കൂടെ ലൈനിങ് ഭാഗം കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഭാഗമാണ് മുകളിലേക്ക് വരുന്ന രീതിയിലാട്ടോ ഞാൻ ശീല വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് നമ്മുടെ നെക്ക് ഭാഗം വെച്ചിട്ട് അതിൻ്റെ അരികു വശത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അരികു വശത്ത് കൂടി തന്നെ വരാൻ ശ്രദ്ധിക്കണേ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നൂലിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് ചെയ്ത നൂലിലേക്ക് തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നേരെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നെക്ക് ഈ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം നമുക്കൊന്ന് പതിപ്പിച്ച് കൊടുക്കാം. അരികു വശത്ത് കൂടെ പതിപ്പിച്ചാൽ മതി.
അപ്പോൾ ഇത് ഞാൻ ബാക്ക് ഭാഗവും അതുപോലെ ഫ്രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഭാഗവും അതുപോലെ ഫ്രണ്ട് ഭാഗവും കൂടി ഇതുപോലെ ഈ നമ്മുടെ ശീലയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ബാക്ക് ഭാഗത്തെ ലൈനിങ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. മനസ്സിലാകത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എങ്കിൽ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നാണ് മറിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചായി കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ഈ ഭാഗം നോക്കുമ്പോഴും ആ സ്റ്റിച്ച് ചെയ്തത് ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് പതിപ്പിച്ചടിക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുകളിൽ ജോയിൻ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ സ്ലീവിൻ്റെ ലെങ്ത് ആ ഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഈ ആമോളിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് എടുത്തിട്ട് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നാണ് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ നടുഭാഗം നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗം കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അത് പ്രത്യേകം മറക്കരുത്. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ രണ്ട് വശത്തു കൂടെ ഇതുപോലെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അരികുവശം നമ്മൾ ഓപ്പണിന് എവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതുവരെ ഇതുപോലെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ കറക്റ്റായിട്ട് തന്നെ ഇത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്നുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ കറക്റ്റാക്കി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി വേണ്ടത് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ നല്ല ശീല ഉണ്ടല്ലോ നമ്മുടെ ചുരിദാറിൻ്റെ ആ ശീലയും ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഓപ്പണ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഓപ്പണ് കറക്റ്റാക്കി ചെയ്യുന്നതിന് മുന്നേ ഇവിടേക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പം ഞാനിതിവിടേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റാക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ ഒന്ന് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റാക്കി ഇതുപോലെ വെച്ചിട്ട് നമുക്കത് ഈ ലൈനിങ്ങും നല്ല ശീലയും കൂടി വരുന്ന ഭാഗം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ അടിഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കമൻ്റാക്കി അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൈഡ് ഓപ്പൺ എങ്ങനെ കറക്റ്റാക്കി അടിച്ചെടുക്കുക എന്നുള്ളൊക്കെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് കൂട്ടി കൊടുക്കുക, നെക്ക് കറക്റ്റാക്കി എങ്ങനെ ചെയ്തെടുക്കുക, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഓരോ വീഡിയോകൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇത് ഓപ്പണിൻ്റെ ഈ ഭാഗം വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ ചെയ്യുന്നത്. എനിക്കത് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യണത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ ഉണ്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നെക്കൊക്കെ നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.